ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അതായത് 5:30 മണി മുതലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താലും കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയാണ്. പിന്നെ സ്കൂളും കോളേജൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ ലഞ്ച് കൊണ്ടുപോകാനുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ചോറ് വെക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള അരി ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് പാല് കുറച്ച് വൈകിയാണ് കേട്ടോ വന്നിട്ടുണ്ടായി. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് ഇന്ന് വന്നപ്പോൾ. ഇന്ന് കോഫിയാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത്. സാധാരണ ഞാൻ ചായയാണ് എല്ലാ ദിവസവും കുടിക്കാറുള്ളത്. ഇന്നിപ്പോൾ കോഫി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇതിലാണ് കോഫി ഉണ്ടാക്കുന്നത്. ഇത് അഗാരോയുടെ ഇംപീരിയൽ എക്സ്പ്രസോ കോഫി മേക്കറാണ്. ഈ കോഫി മേക്കർ ഉപയോഗിച്ച് എക്സ്പ്രസോ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ക്യാപ്പച്ചീനോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പോർട്ടാ ഫിൽറ്ററും പിന്നെ കോഫി ടാമ്പറും വരുന്നുണ്ട്. ഇതിലാണ് കേട്ടോ നമ്മൾ കോഫി പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ ഭാഗം വെച്ചിട്ട് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ ഇത് യൂസർ മാനുവലാണ്. നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇതിന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. പിന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ കോഫി ബട്ടണും സ്റ്റീം ബട്ടണും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഈ പോർട്ടാ ഫിൽറ്റർ വെച്ചിട്ട് ഇവിടെയാണ് നമ്മളത് ലോക്ക് ചെയ്തിട്ട് എസ്പ്രസ്സോ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഇതേപോലത്തെ ഒരു പൈപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പൈപ്പ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഈ പൈപ്പിന് താഴെയാണ് ഗ്ലാസ്സിൽ പാല് വെച്ച് കൊടുക്കുന്നത്. ഈ പൈപ്പിലൂടെ വരുന്ന സ്റ്റീം പാലിനെ പതപ്പിച്ച് തരും കേട്ടോ. സ്റ്റീം കൺട്രോളർ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ പാല് പതപ്പിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 2 ലിറ്ററിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് കണ്ടെയ്നർ വരുന്നുണ്ട്. ഇതിലാണ് നമ്മൾ വെള്ളം നിറച്ച് വെക്കുന്നത്. ഇതിൻ്റെ മേളിലായിട്ട് ക്യാപ്പ് വരുന്നുണ്ട്. ഇതിലൂടെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. വീണ്ടും ഇതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ലോക്കായിട്ട് ഇരുന്നോളും. കണ്ടെയ്നർ മിനിമം മാക്സിമം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മിനിമത്തിൽ കൂടുതൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ടെയ്നറിൻ്റെ മേളത്തെ ക്യാപ്പ് തുറന്നിട്ട് അതിലൂടെയാണ് കേട്ടോ വെള്ളം നിറച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കോഫി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കോഫി ടാമ്പർ കൊണ്ട് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇവിടെ ഒരു ലോക്കുണ്ട്. ആ ലോക്കിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സ് ആയിട്ടിരുന്നോളും. അതിനുശേഷം പ്ലഗ് കണക്ട് ചെയ്യുക, സ്വിച്ച് ഓൺ ചെയ്യുക, പിന്നെ പവർ ബട്ടൺ പ്രസ് ചെയ്യുക. മെഷീൻ ഓൺ ആയിട്ടുണ്ട്. ഇവിടെ 3 ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ ഫംഗ്ഷൻ അനുസരിച്ചാണ് കേട്ടോ ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നത്. ഓൺ ആക്കി കഴിഞ്ഞാൽ മീറ്റർ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് ഗ്ലാസ് വെച്ച് കൊടുക്കുക. മൂവ് ചെയ്ത് ഇത് കപ്പിൻ്റെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഇത് മീറ്റർ വന്നു കഴിഞ്ഞാൽ കോഫി ബട്ടൺ പ്രസ് ചെയ്യുക. ഇത് 2 ട്യൂബിലൂടെയാണ് ഇത് വരുന്നത്. നമുക്ക് ആവശ്യമുള്ള കോഫി എടുത്ത ശേഷം കോഫി ബട്ടൺ ഓഫാക്കുക. അങ്ങനെ നമ്മുടെ എസ്പ്രസ്സോ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ക്യാപ്പച്ചീനോ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പാല് പതപ്പിച്ചെടുക്കുക. കപ്പിൽ പാലെടുത്തിട്ട് ട്യൂബിന് താഴെ വെച്ച ശേഷം സ്റ്റീം ബട്ടൺ പ്രസ് ചെയ്യുക. കൺട്രോൾ തിരിച്ച് എത്ര പതയാണ് നമുക്ക് വേണ്ടത് എന്നനുസരിച്ച് ഇത് കൺട്രോൾ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ പത വന്നിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ എടുത്തു വെച്ച കോഫിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഡിസൈൻ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുക.
കോഫി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കോഫിയുടെ കടുപ്പം കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അഗാരോ കോഫി മേക്കറിലുണ്ടാക്കിയ കോഫി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിന് താഴെയായിട്ട് ഒരു കണ്ടെയ്നർ നൽകിയിട്ടുണ്ട്. ഇതുപോലെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മേലെയുള്ള ഈ കവറിങ് എടുത്ത് മാറ്റിയാൽ നമുക്ക് കോഫി ഉണ്ടാക്കുന്ന സമയത്ത് കപ്പ് മാറ്റി കഴിയുമ്പോൾ ബാക്കിയുള്ള കോഫി ഇങ്ങനെ ഡ്രോപ്പായിട്ട് താഴേക്ക് വീഴും. അത് കളക്ട് ചെയ്യുന്ന ഒരു കണ്ടെയ്നറാണ്. ഇത് ക്ലീൻ ചെയ്തിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ അഗാരോയുടെ കോഫി മേക്കർ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. ഇനി സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. സാമ്പാർ, ചട്നി, പിന്നെ ലഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഫ് വേവിച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്കൾക്ക് ഫുഡ് കൊടുക്കുകയാണ്.
അങ്ങനെ മക്കളെയൊക്കെ ആക്കിയതിന് ശേഷം ഇനിയിപ്പോൾ ഞങ്ങളും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഇനി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. പിന്നെ ബാക്കി വന്ന ഫുഡ് ഐറ്റംസൊക്കെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ട്. പിന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.